നമുക്കിത് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ മീനെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ മീനാണ്. ഞാൻ കുറേ നാളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്നൊരു മീനാണ്. നമ്മളിവിടെ കൊല്ലത്ത് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല. മാന്തൽ അല്ലെങ്കിൽ ഇവിടെ നങ്ക് എന്നൊക്കെ പറയും. പക്ഷെ ഞാനതിൻ്റെ ഉണക്കമീനിൻ്റെ കുറേ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉണക്കമീനിന് എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു സ്ഥലത്ത് വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ നമുക്ക് മാന്തൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയാണ് സംഭവം. അതിന് തൊലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ച് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അവർ പക്ഷേ നല്ല അടിപൊളി മീനാന്നൊക്കെ പറഞ്ഞ് തൊലിയൊക്കെ ഇരിച്ച് തന്നിട്ടുണ്ട്. ഇത് ഫ്രൈ ആക്കാനാണ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ഫ്രൈ ആക്കി നോക്കാം കേട്ടോ. അപ്പം നമുക്കിതൊന്നേ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്. ടേസ്റ്റ് എന്താണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് അരപ്പ് വയ്ക്കുകയാണ് കേട്ടോ. നോക്കാം നമുക്ക്. അപ്പോൾ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കാം. ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് ഫ്രൈ ആക്കി നോക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. അപ്പം ഞാൻ മാന്തൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. തിരിച്ചിടാൻ ഞാൻ ഇച്ചിരി പാട് വിട്ടു കേട്ടോ. പൊടിഞ്ഞു പോകും. നമ്മുടെ ഇവിടെ താടയും മറ്റേ വെള്ളാക്കണ്ണൻ എന്നൊക്കെ പറയുന്ന കൊച്ചു കൊച്ചു മീനില്ലേ, അതിങ്ങനെ തിരിച്ചു മറിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോകത്തില്ലേ, അതുപോലെ എനിക്ക് ഇച്ചിരി പാട് വിട്ട് പക്ഷെ വീടെടുക്കാൻ പറ്റിയില്ലായിരുന്നു. എന്നാലും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ. ചൂട് നല്ല ചൂടുണ്ടേ. ചോറൊന്നും എടുത്തിട്ടില്ല. ഇത് ഫ്രൈ ആക്കിയപ്പോൾ ഇത് ഫ്രൈ ആക്കി കഴിച്ചു നോക്കാന്ന് വിചാരിച്ചേ. ടേസ്റ്റൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈം കഴിക്കല്ലേ, ആദ്യമായിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ട് കഴിക്കുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും എനിക്ക് ഇങ്ങനെ അറിയാൻ പറ്റുന്നുള്ളൂ. കുറച്ചുകൂടെ മൊരിക്കണമായിരുന്നു എന്ന് തോന്നിപ്പോയി. കുറച്ചും കൂടെ മൊരിയണം. അങ്ങനെ കഴിച്ചപ്പം പൊളി ടേസ്റ്റ്. അപ്പം ഞാൻ എന്തായാലും ചോറ് എടുത്തിട്ടില്ല. ഇതൊരെണ്ണം കഴിച്ച് തീർക്കട്ടെ, ബാക്കി ഇതും കൂടെ തീർക്കട്ടെ. മുരിഞ്ഞത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. പ്ലെയിൻ പോകുന്നുണ്ട് കേട്ടോ. നല്ല മഴയും ഉണ്ട്. മഴയല്ല, മഴ മൂടിക്കെട്ടിയിരിക്കുന്നു. ചോറ് പിന്നെ കഴിക്കാം. അപ്പം ഇത് കഴിച്ച് തീർക്കട്ടെ. ഓക്കെ, ബൈ.